A right circular cylinder just encloses a sphere of radius r. Find the surface area of the sphere. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ സിലിണ്ടറിനകത്ത് ഒരു സ്ഫിയർ എൻക്ലോസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 4πr². അപ്പൊ ഇവിടെ സ്ഫിയറിന്റെ റേഡിയസ് എന്താണ് എന്നറിയണം അല്ലേ. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ഫിയർ ഓഫ് റേഡിയസ് r എന്നതാ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്ഫിയറിന്റെ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഈസ് r. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിന്റെ ഇവിടം എന്ത് ചെയ്തിരിക്കുകയാണ്? കറക്റ്റ് ഈ ഒരു സിലിണ്ടറിനകത്ത് കൊള്ളുന്ന രീതിയിലാണ് അല്ലേ. ടോപ്പിലും ബോട്ടത്തിലും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? r+r = 2r എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ തന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. റേഡിയസ് ഓഫ് ദി സ്ഫിയർ = r. അല്ലെ, സ്ഫിയറിന്റെ റേഡിയസ് ഇവിടെ r ആണ്. ഇനി നമുക്ക് എന്തെഴുതാം? സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതുന്നത്. സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ = ഇക്വേഷൻ എന്താണ്? 4πr². അപ്പൊ നമ്മുടെ ആൻസറും ഇവിടെ എന്ത് തന്നെ വരും? 4πr² തന്നെ വരും. എന്താന്ന് ചോദിച്ചാൽ റേഡിയസ് ഇവിടെ r തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ r² തന്നെ വരും. അപ്പൊ ഇവിടെ നമുക്ക് സിലിണ്ടറിന്റെ ഏരിയയും ഉണ്ട്, സ്ഫിയറിന്റെ ഏരിയ ഉണ്ട് അല്ലെ. രണ്ടെണ്ണത്തിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ. ഇനി ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഈ സിലിണ്ടറിന്റെ ചുറ്റുമുള്ള ഈ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഈസ് 2πrh. അപ്പൊ അതിനു വേണ്ടി നമുക്ക് സിലിണ്ടറിന്റെ എന്ത് വേണം? റേഡിയസും വേണം, ഹൈറ്റും വേണം. അപ്പൊ സിലിണ്ടറിന്റെ റേഡിയസ് ഇവിടെ എന്ത് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു? r തന്നെയാണ്. ഹൈറ്റ് എന്താണ്? 2r ആണ്. അപ്പൊ അതിങ്ങോട്ട് എഴുതാം. റേഡിയസ് ഓഫ് ദി സിലിണ്ടർ = r. ഇനി അടുത്തത് ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്താണ്? 2r ചേരുന്നതാണ്, അതായത് 2r. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ = 2πrh. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2π അതുപോലെ തന്നെ എഴുതുന്നു. റേഡിയസ് r തന്നെയാണ്. h എന്താണ്? 2r. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പം 2 × 2 4. പൈ അതുപോലെ തന്നെ എഴുതുന്നു. 4πr × r². അപ്പൊ 4πr². സിലിണ്ടറിന്റെ സർഫസ് ഏരിയ നമുക്ക് 4πr² കിട്ടി. സ്ഫിയറിന്റെ സർഫസ് ഏരിയയും 4πr² ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഒബ്റ്റെയിൻഡ് ഇൻ 1 and 2. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലും സെക്കൻഡ് ക്വസ്റ്റ്യനിലും കിട്ടിയതിന്റെ റേഷ്യോ നമ്മൾ എഴുതണം. തേർഡ് ക്വസ്റ്റ്യൻ, റിക്വയർഡ് റേഷ്യോ = എന്ത് വരും? സ്ഫിയറിന്റെ റേഷ്യോ ഈസ് 4πr². സിലിണ്ടറിന്റെ റേഷ്യോ ഈസ് 4πr². രണ്ടും സെയിം തന്നെയാണ്. സോ റേഷ്യോ ഈസ് 1:1. 4πr² 4πr² കൂടെ ക്യാൻസൽ ആയിപ്പോ ബാക്കി 1 ഇവിടെ ഉള്ളൂ. അപ്പൊ 1:1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.